ഹായ്, നമ്മൾ ഇന്ന് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത് ഓപ്പറേഷൻ ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ട ഒരു ഡെലിഗേഷൻ പ്ലാൻ ആണ്. അതായത് നമ്മളുടെ ഒരു ഓപ്പറേഷൻ ഇൻചാർജിന്റെ അല്ലെങ്കിൽ ഓപ്പറേഷനിലെ സ്റ്റാഫിന്റെ വർക്കുകൾ എന്താണെന്ന് നമ്മൾ കൃത്യമായിട്ട് നമ്മുടെ പ്രോസസ് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ആ വർക്കുകൾ നമ്മൾ നാലായിട്ട് തരംതിരിക്കുകയാണ്. അതിലേക്ക് ഒന്ന് പോവാം. ഒന്ന്, ഡെയിലി സർവീസ് ആൻഡ് പേഷ്യന്റ് റിലേഷൻ. പേഷ്യൻസുമായി വരുന്ന ഡേ ടു ഡേ വർക്കുകളിൽ ഉണ്ടാവുന്ന കോർഡിനേഷൻ. അതും കഴിഞ്ഞ് അവരോടുമായുള്ള കോണ്ടാക്റ്റിലിരിക്കൽ. ഇതൊക്കെയാണ് ഈ ഒരു ഏരിയയിൽ നമ്മൾ വിത്ത് ബില്ലിംഗ് ഈ ഏരിയയിൽ നമ്മൾ പറയുന്നത്. ഇങ്ങനെ നാലായിട്ട് 4 കളേഴ്സിൽ ഇടാനുള്ള കാരണം ഇതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽ പറയുമ്പോൾ ഓരോ സ്ലൈഡിനും ഈ കളർ ആയിരിക്കും ഉണ്ടാവും. അപ്പൊ നിങ്ങൾക്ക് ഓരോ ഹെഡും മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ്. രണ്ടാമത്, ഡെയിലി ഓപ്പറേഷൻ ഫെസിലിറ്റി. അതായത് അതിൽ പിന്നെ മെയിൻ്റനൻസ്, ബയോമെഡിക്കൽ, ഹൗസ് കീപ്പിംഗ് എന്നുള്ള ഏരിയകൾ വരും. ദെൻ OP കോർഡിനേഷൻ, നോർമൽ, അതായത് നമ്മുടെ എന്താ പറയുക, ഔട്ട് പേഷ്യന്റ് കെയർ, ഡെയിലി ഡേ ടു ഡേ വർക്കുകളായ ഫാർമസി, അതായത് OP ഫാർമസി, അതേപോലെ തന്നെ ലാബ്, കാഷ്വാലിറ്റി, ഈ ഏരിയകളിലുള്ള ഒരു കോർഡിനേഷൻ. നാലാമത്തത് ഡെയിലി ഓപ്പറേഷൻ ഇൻ OT ആൻഡ് ലേബർ റൂം. അത് പുതിയൊരു ഏരിയയാണ്. അതായത് ലേബർ റൂം ആൻഡ് OTയിൽ നമ്മൾ ക്ലിനിക്കൽ സ്റ്റാഫുകളാണ് കൂടുതലായിട്ട് ഉണ്ടാവുക. ഇതുവരെ ക്ലിനിക്കൽ സ്റ്റാഫുകളാണ് അവിടെ ഉള്ളത്. അതിലൊരു കോർഡിനേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും, അവിടെ നോൺ ക്ലിനിക്കൽ അഡ്മിനിസ്ട്രേഷൻ സ്റ്റാഫ് ഒരാളുണ്ടാവും. ഓക്കെ, അപ്പൊ ആ ഏരിയയിലുള്ള ആളുകളുടെ വർക്ക് എന്താണ്, ഈ ഓരോ ഏരിയയിലും ആളുകളുടെ വർക്കുകൾ എന്താണ് എന്നുള്ളത് പ്രോസസ് വീഡിയോയിൽ പോലെ തന്നെ നിങ്ങളായിട്ട് ഡിസ്കസ് ചെയ്യണം. ഇതിൽ 2 കാര്യങ്ങൾ നിങ്ങൾ ഡിസ്കസ് ചെയ്യുമ്പോൾ കാണുന്നത് നിങ്ങളുടെ റിപ്പോർട്ടിംഗ് ഏരിയയിലാണ്. അതായത് എന്താണ് നിങ്ങൾ എല്ലാം വർക്ക് കഴിഞ്ഞ് റിപ്പോർട്ട് കൊടുക്കേണ്ടത് എന്നുള്ളതാണ്. അപ്പൊ അത് വെച്ചിട്ട് നമ്മളൊരു റിവേഴ്സൽ മെത്തേഡിലാണ് ഓരോ വർക്കുകളെ കുറിച്ച് നമ്മൾ പറയാം. അപ്പൊ അതൊന്ന് ഓർമ്മയിലുണ്ടായിരിക്കണം. ഓക്കെ, ഫസ്റ്റ് ഡെയിലി സർവീസ് പേഷ്യന്റ് റിലേഷനിലാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഒന്നാമത്തെ പോയിന്റ്, ഇതില് മെയിൻ ആയിട്ട് ചെയ്യുക ഒന്ന് ഗസ്റ്റ് റിലേഷൻ ആണ്. ഒരു പേഷ്യന്റ് IP വന്നത് മുതൽ IP റൂം അലോട്ട് ചെയ്ത് കൊടുക്കുന്നത് മുതൽ ആ പേഷ്യൻസ് ബില്ലടച്ച് അല്ലെങ്കിൽ ആ പേഷ്യൻസിന്റെ അവരെ അക്കംപ്ലിഷ്മെന്റ്, ഒരു കംപ്ലീറ്റ് ആയിട്ട് അവർക്ക് നല്ല ഒരു ഹോസ്പിറ്റാലിറ്റി നമുക്ക് ഫീൽ ചെയ്യിപ്പിക്കാൻ വേണ്ടി പറ്റുക, നമ്മളുടെ ഹോസ്പിറ്റാലിറ്റി ഫീൽ ചെയ്യിപ്പിക്കാൻ പറ്റുക. അതുപോലെ തന്നെ അവർക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുക. ദെൻ അവരുടെ ഫീഡ്ബാക്ക് കളക്ഷൻ, അവർക്ക് എങ്ങനെ ഉണ്ടായിരുന്നു, നമ്മളുടെ ഹോസ്പിറ്റൽ വിസിറ്റ് എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യങ്ങൾ അവർ ചോദിച്ചറിയാം. ഇഫ് ദേ ആർ വില്ലിംഗ്, അവരൊരു വീഡിയോ ടെസ്റ്റിമോണി എടുക്കാൻ വേണ്ടി പറയാ. എല്ലാവർക്കും വീഡിയോ ടെസ്റ്റിമോണി നമ്മൾ പറയുന്നുണ്ട്, അല്ലെങ്കിൽ റിട്ടൺ ടെസ്റ്റിമോണി, അല്ലെങ്കിൽ വോയിസ് ആയിട്ടെങ്കിലും നമ്മൾ ടെസ്റ്റിമോണീസ് എടുക്കാറുണ്ട്. അതുമല്ലെങ്കിൽ എല്ലാവരോടും നമ്മൾ റിക്വസ്റ്റ് കൊടുക്കേണ്ടത് ഗൂഗിൾ റിവ്യൂവിന് വേണ്ടിയിട്ടാണ്. പോസിറ്റീവ് പേഷ്യൻസിനോടൊക്കെ ഗൂഗിൾ റിവ്യൂ ചെയ്യാൻ വേണ്ടി നമ്മൾ റിക്വസ്റ്റ് ചെയ്യാം. അങ്ങനെ കിട്ടുന്ന ഇതാണ് നമ്മൾ ഫീഡ്ബാക്ക് കളക്റ്റഡ്. ഇന്ന് ഗസ്റ്റ് റിലേഷനിൽ നമ്മൾ അവരെ പോയി വിസിറ്റ് ചെയ്യുന്നു, അങ്ങനെ 1, 2, 3 പ്രാവശ്യം ഇങ്ങനെ വിസിറ്റ് ചെയ്തിട്ട് അവരുടെ ഫീഡ്ബാക്ക്, അവരുമായി നല്ല റിലേഷൻ കീപ്പ് ചെയ്തു, അവരുടെ ഒരു ഫീഡ്ബാക്ക് കളക്ട് ചെയ്തു. ഈ ടോട്ടൽ ഫീഡ്ബാക്സ് എത്ര കളക്ട് ചെയ്തു എന്നാണ് ഇവിടെ കൊടുക്കേണ്ടത്. 2 വീഡിയോസ് ഉണ്ടെങ്കിൽ ഈ ഫീഡ്ബാക്കിൽ വീഡിയോസ് എത്ര എണ്ണം, അല്ലെങ്കിൽ ഈ റിട്ടേൺ ആയിട്ട് ടെസ്റ്റിമോണി അല്ലെങ്കിൽ ഗൂഗിൾ റിവ്യൂസ് എത്ര എണ്ണം എന്നാണ് രണ്ടാമതായിട്ട് കൊടുക്കേണ്ടത്. ഈ കിട്ടിയതിൽ തന്നെ ഇപ്പൊ ഒരു 10 പേഷ്യന്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ, ചാൻസ് ഉണ്ട് നെഗറ്റീവിനും, ബട്ട് അതിനെയും പോസിറ്റീവ് ആക്കണം. 0 നെഗറ്റീവിലേക്കാണ് നമ്മൾ നോക്കേണ്ടത്. ഓക്കെ, എല്ലാവർക്കും പോസിറ്റീവ് കമന്റ്സ് തന്നെ ആയിരിക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക. അതേപോലെ തന്നെ ഹോസ്പിറ്റാലിറ്റി സ്മൂത്ത് ഓർ ഇഷ്യൂഡ്, അതായത് അവരുമായി ബന്ധപ്പെട്ട വേറെ എന്തെങ്കിലും സ്റ്റാഫുകൾ, അവരുടെ നഴ്സിംഗ് സ്റ്റാഫുകളോ ഹൗസ് കീപ്പിംഗ് സ്റ്റാഫുകളോ ആരെങ്കിലുമായിട്ട് അവർക്ക് എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടായിട്ടുണ്ടോ, ഇല്ലെങ്കിൽ സ്മൂത്ത് എന്നിടുക, അല്ലെങ്കിൽ ഇഷ്യൂസ് ഉണ്ടായെങ്കിൽ ഇഷ്യൂ എന്ന് എഴുതുക. അത് റിമാർക്കായിട്ട് ചെയ്യുക എന്താണെന്നുണ്ടെങ്കിൽ. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങളുടെ ഇൻചാർജ് ആരാണോ അവരിലേക്ക് റിപ്പോർട്ട് ചെയ്യിക്കുക. ഇതാരാണ് ചെയ്യുന്നത് അവരുടെ പേര് ഇവിടെ എഴുതണം, ഡേറ്റും ഇവിടെ എഴുതേണ്ടതുണ്ട് മുകളിൽ. ഓക്കെ, സ്റ്റോറീസ്, അതായത് നമ്മളിപ്പോ ഇങ്ങനെ സ്റ്റോറീസ് എടുത്തല്ലോ, ആ സ്റ്റോറീസ് എല്ലാം നമ്മുടെ മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെന്റിലേക്ക് നിങ്ങൾ സെൻഡ് ചെയ്തിട്ട് ഷെയർ ചെയ്ത് കൊടുത്തിട്ടുണ്ടോ ഇല്ലയോ, ഇതാണ് ഇവിടെ മാർക്ക് ചെയ്യേണ്ടത്. ഇത് എടുത്ത സംഗതികളൊക്കെ അന്ന് തന്നെ നിങ്ങളുടെ മാർക്കറ്റിംഗ് ഗ്രൂപ്പിലേക്ക് ഷെയർ ചെയ്യാം. ക്ലിയർ? ഇതാണ് ഡെയിലി സർവീസ് ആൻഡ് പേഷ്യന്റ് റിലേഷനിലെ ഒന്നാമത്തെ
റിപ്പോർട്ടിംഗ്. ഇതിൽ തന്നെ ഉള്ള അടുത്ത 2 ഭാഗങ്ങൾ കൂടിയുണ്ട്. അതിൽ ഈ കാര്യങ്ങളാണ് നമ്മൾ ഒരു ഗസ്റ്റ് റിലേഷൻ എന്നുള്ള ഏരിയയിൽ ചെയ്യേണ്ടത്. ഈ ആളുകൾ തന്നെയാണ് കോൾസ് ഫോളോ അപ്പും ചെയ്യേണ്ടത്. ഇപ്പൊ ഒരാൾ നമ്മൾ ഇങ്ങനെ പറഞ്ഞു വിട്ടു, ഇവിടെ ഉണ്ടായിരുന്നു, ആ ഒരു പേഷ്യന്റ് പോയി കഴിഞ്ഞ ഒരു 1 വീക്ക് കഴിഞ്ഞാൽ ആ പേഷ്യന്റ് തന്ന നമ്പറിലേക്ക് വിളിച്ചാൽ കിട്ടുന്ന നമ്പർ നമ്മളൊന്ന് ഡബിൾ ചെക്ക് ചെയ്യേണ്ടതുണ്ട്. ചില നമ്പറുകളൊക്കെ എന്താ സംഭവിച്ചാൽ അവർ മുമ്പ് ഇവിടെ രജിസ്റ്റർ ചെയ്ത നമ്പർ ആയിരിക്കും, വീണ്ടും വിളിക്കുമ്പോൾ ചിലപ്പോൾ അത് കട്ടായി പോവുക, അങ്ങനെ ഉണ്ട്. അപ്പോൾ അവർ ഡിസ്ചാർജ് സമയത്ത് നമുക്ക് അവരുടെ വിളിച്ചാൽ കിട്ടുന്ന അവരുടെ നമ്പർ ഒന്ന് കൃത്യമായിട്ട് വാങ്ങി വെക്കുക. ഓക്കെ. പേഷ്യൻസിന് ഫോളോ അപ്പ് കോൾ ചെയ്യുക. ഫോളോ അപ്പ് കോൾസിന്റെ മെത്തേഡ് നമ്മൾ വേറൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ളത്. ഒന്ന്, അവരുടെ അസുഖം അല്ലെങ്കിൽ അവരുടെ ഇപ്പോൾ ഡെലിവറി ആണ് മെയിൻലി എന്നുള്ളതുകൊണ്ട് കുട്ടി കുഴപ്പമൊന്നുമില്ലല്ലോ, മാഡത്തിനും കുഴപ്പമില്ല എന്നുള്ള രീതിയിലേക്ക് എത്തിക്കുക. സാറ്റിസ്ഫൈഡ് ആണോ, നമ്മളുടെ ഇവിടുന്ന് കിട്ടിയ എല്ലാ എന്താ പറയുക കെയറിങ്ങും ഇതിലെല്ലാം സാറ്റിസ്ഫൈഡ് ആണോ, നിങ്ങൾ വേറൊരാളോട് സജസ്റ്റ് ചെയ്യാൻ മാത്രം സാറ്റിസ്ഫൈഡ് ആണോ എന്നുള്ളത് കൃത്യമായിട്ട് ചോദിക്കുക. അതേപോലെ തന്നെ കംപ്ലൈന്റ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ, ഇഷ്യൂസ് ഉണ്ടെങ്കിൽ നോട്ട് ചെയ്യുക. അപ്പോൾ 10 കോൾ വിളിച്ചു, അതിൽ 7 പേര് സാറ്റിസ്ഫൈഡ് ആണ്, 3 പേര് ഡൂയിങ് വെൽ അല്ലെങ്കിൽ നോട്ട് ദാറ്റ് മച്ച് എന്നുള്ളതാണെങ്കിൽ അതിൽ മെൻഷൻ ചെയ്യുക. കംപ്ലൈന്റ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കൃത്യമായിട്ട്, ഇപ്പൊ ഈ 10 പേര് വിളിച്ചാൽ ഒരാൾ കംപ്ലൈന്റ് പറയുകയാണെങ്കിൽ ആ കംപ്ലൈന്റ് എത്ര എണ്ണം എന്ന് നോട്ട് ചെയ്യുക. അല്ലെങ്കിൽ ഇനി അടുത്ത് ഡോക്ടറെ കാണിക്കാനോ, ഇപ്പൊ കുട്ടിക്കോ അല്ലെങ്കിൽ അമ്മക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ട് അപ്പൊ ഡോക്ടറെ കാണിക്കണം എന്ന് അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും നോട്ട് ചെയ്യുക, എത്ര പേരാണ് അങ്ങനെ പറഞ്ഞതെന്ന്. അത് കിട്ടുന്ന അഡ്മിനിസ്ട്രേഷൻ ടീം അവരെ ബന്ധപ്പെടുകയും അവർക്ക് അടുത്ത അപ്പോയിന്റ്മെന്റ് റെഡി ആക്കി കൊടുക്കുകയും ചെയ്യേണ്ടതുണ്ട്. ഇപ്പൊ ഇതിൽ വേറെ എന്തെങ്കിലും ഇപ്പൊ കംപ്ലൈന്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ ആ നോട്ടബിൾ ഫീഡ്ബാക്ക് ഇവിടെ ഒന്ന് മെൻഷൻ ചെയ്യുക, ഇന്ന ഇഷ്യൂ എന്ന്. ബാക്കി നമ്മളെ ചാർജുള്ള ആളുകൾ നിങ്ങളെ കോണ്ടാക്ട് ചെയ്യും. ക്ലിയർ? ഒന്നാമത്തെ കാര്യം ഗസ്റ്റ് റിലേഷൻ പറഞ്ഞു. 2, അവർ പോയി അവരുടെ ഫീഡ്ബാക്ക്, ജസ്റ്റ് കോൾ ഫീഡ്ബാക്ക് എടുത്തു. മൂന്നാമത്തത്, ഇപ്പൊ ഇത് അതിന്റെ കൂടെ തന്നെ പറയേണ്ടതാണ്, IP ബില്ലിംഗ് ആൻഡ് കിഡ്സ് കാർഡ്. ഇപ്പൊ IP ബില്ലിംഗ് എന്ന് പറഞ്ഞാൽ ഒരു പേഷ്യന്റ് ഇവിടെ നിന്നു, അവര് പിന്നെ ഇൻപേഷ്യന്റ് ആയി, അവര് പോവാൻ നേരത്തെ അതിന്റെ ബില്ലുകളൊക്കെ കൃത്യമായിട്ട് അവർക്ക് കൊടുത്തു എന്ന് ഉറപ്പ്, ആദ്യം ബില്ലുകളെ കളക്ട് ചെയ്തെന്ന് ഉറപ്പുവരുത്തുക. റൈറ്റ് ടൈമില് ഏറ്റവും പെട്ടെന്ന് പിന്നെ ഡിസ്ചാർജ് ആക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. കാരണം ആളുകൾക്കൊക്കെ പോകാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടാവും. അപ്പൊ അതുകൊണ്ട് എത്ര ബിൽസ് നിങ്ങൾ വെരിഫൈ ചെയ്തു, എത്ര പേഷ്യന്റിനെ, ഓരോ ബില്ലുകളും ചെക്ക് ചെയ്യുക. ഈ അവരുടെ ഫയലും ബില്ല് ചെക്ക് ചെയ്ത് കറക്റ്റ് അത് തന്നെയാണ് അവർക്ക് തന്നെ കൊടുക്കേണ്ടതെന്ന് ഉറപ്പുവരുത്തുക. അവരുടെ വേറെ പേയ്മെന്റുകളൊന്നും പെൻഡിങ് ഇല്ല എന്ന് ഉറപ്പുവരുത്തുക. പെൻഡിങ് ഇല്ലാതിരുന്നാൽ മാത്രമേ നമുക്ക് ബില്ല് പ്രോസസ് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. അതുകൊണ്ട് മുൻകൂട്ടിയിട്ട് ഫാർമസി ബില്ല് അല്ലെങ്കിൽ ലാബ് ബില്ല് ഇതെല്ലാം കൊടുത്തിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്തുക. പിന്നെ അതിൽ എന്തെങ്കിലും ഡിസ്ക്രിപ്പൻസീസ് കണ്ടാല്, എന്തെങ്കിലും മാറ്റങ്ങളോ നമ്പേഴ്സ് അല്ലെങ്കിൽ എന്തെങ്കിലും മനസ്സിലാവാത്ത ഏരിയ ഇങ്ങനെ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ എന്തെങ്കിലും ഇഷ്യൂസ് നിങ്ങൾ ഫൗണ്ട് ചെയ്യുകയാണെങ്കിൽ എത്ര എണ്ണം ഫൗണ്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പൊ IP ബില്ല് 7 എണ്ണമാണ് വിചാരിക്കുക, അതിൽ ഒരു ബില്ലിന് എന്തോ പ്രശ്നമുണ്ട്. ഓക്കെ, ആ ഒരു ബില്ലിൽ പ്രശ്നം ഉണ്ടായിരുന്നു, ബ്രീഫ് ഇന്ന പ്രോബ്ലംസ് ആയിരുന്നു, അത് സോൾവ് ചെയ്തിട്ടുണ്ട്. ബിൽ ക്ലിയർഡ് ബിഫോർ ഡിസ്ചാർജിന് മുമ്പ് തന്നെ എല്ലാ ബില്ലുകളും, ഇപ്പൊ ഇത്രയും ബില്ല് പ്രോസസ് ചെയ്തു, വെരിഫൈ ചെയ്തു, 7 ബില്ല്, ആ 7 ബില്ലും ഡിസ്ചാർജിന് മുമ്പ് തന്നെ കളക്ട് ചെയ്തു. ദെൻ കിഡ്സ് കാർഡ് എന്ന് പറഞ്ഞൊരു ഏരിയ ഉണ്ട്. ഇപ്പൊ നമ്മൾ ഇവിടെ ഡെലിവറി ആവുന്ന എല്ലാ കുട്ടികൾക്കും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു കാർഡ്, പ്രിവിലേജ് കാർഡ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. കിഡ്സ് കാർഡ് എന്നാണ് അതിന്റെ പേര്. നമ്മളുടെ പിന്നെ അൽഫയിൽ നിന്നും ഡെലിവറി ആവുന്ന എല്ലാ കുട്ടികൾക്കും, ആ കുട്ടികൾക്ക് പിന്നീട് ഇവിടെ വന്ന് പിന്നെ അതിന്റെ ഓഫേഴ്സ് അവൈൽ ചെയ്യാവുന്നതാണ്. ഇപ്പോൾ പേഷ്യൻസ് നമ്മുടെ മെഡിസിനോ ഫാർമസിയോ അല്ലെങ്കിൽ ലാബിലൊക്കെ ആ കുട്ടീനെ വന്ന് കാണിക്കുകയാണെങ്കിൽ അതിന് സ്പെഷ്യൽ ഡിസ്കൗണ്ട് അല്ലാണ്ട്. അപ്പൊ ഓരോ ഡെലിവറി കഴിഞ്ഞ് പോകുന്ന ആളുകൾക്കും കിഡ്സ് കാർഡ് നമ്മൾ കൊടുത്തു എന്ന് ഉറപ്പുവരുത്തുക. അപ്പൊ ഇന്ന് ഡെലിവറി കഴിഞ്ഞ എല്ലാവർക്കും, ഇപ്പൊ 7 പേരുണ്ടെന്ന് വിചാരിക്കുക, ആ 7 പേർക്കും കിഡ്സ് കാർഡ് കൊടുത്തു എന്ന് ഉറപ്പുവരുത്തുക. നമ്പർ ഓഫ് കിഡ്സ് കാർഡ് കൊടുക്കുക. പിന്നെ എസ്കലേറ്റഡ് ടു അക്കൗണ്ട്സ്. ഇപ്പൊ ഏതെങ്കിലും ഒരു പേഷ്യന്റ് ബില്ലുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ പരമാവധി നിങ്ങൾ തന്നെ അവിടുന്ന് ക്ലിയർ ചെയ്യുക. കാരണം കൃത്യമായിട്ട് അക്കൗണ്ട്സിൽ ചോദിച്ച് മനസ്സിലാക്കിയിട്ട് ക്ലിയർ ചെയ്യുക. ഒരു കാരണവശാലും പിന്നെ ഒരു നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് പോകേണ്ട അവസ്ഥ ഉണ്ടായിരിക്കരുത്. ക്ലിയർ? എങ്കിലും ചില സമയങ്ങളിലെങ്കിലും എന്തെങ്കിലും ക്ലറിക്കൽ ഇഷ്യൂസോ എങ്ങനെയെങ്കിലും എന്തെങ്കിലും ഫൗണ്ട് ചെയ്ത് കഴിഞ്ഞാൽ കൃത്യമായിട്ട് അത് അക്കൗണ്ട്സിലേക്ക് വിവരം പറയാം. ഓക്കെ, അപ്പൊ അവിടുന്ന് അക്കൗണ്ട്സിന് അവർ വേണ്ട നിർദ്ദേശങ്ങൾ തരും, അതനുസരിച്ച് ഫോളോ ചെയ്യുക. ഈവൺ അറ്റ് ദ എൻഡ് നിങ്ങൾക്ക് അത് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ, അക്കൗണ്ട്സിൽ നിന്ന് ഹാൻഡിൽ ചെയ്യേണ്ടതുണ്ടെങ്കിൽ, ഒന്നുകിൽ പേഷ്യൻസിനെ ഇങ്ങോട്ട് വരാൻ വില്ലിങ് ആണെങ്കിൽ ഓഫീസിലേക്ക് വിളിച്ച് അക്കൗണ്ട്സിൽ മീറ്റ് ചെയ്ത് കാര്യങ്ങൾ ക്ലിയർ ചെയ്യുക. അല്ലെങ്കിൽ
അക്കൗണ്ട്സിൽ നിന്ന് നിങ്ങൾക്ക് എന്താണോ നിർദ്ദേശം കിട്ടുന്നത് അതനുസരിച്ച് ഫോളോ ചെയ്യുക. ഈവൻ അതും നിങ്ങൾക്ക് പോസിബിൾ അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേഷനുമായി ബന്ധപ്പെട്ടിട്ട് നെക്സ്റ്റ് ലെവലിലേക്ക് ഈ സാധനം കൊണ്ടുപോവുക. എല്ലാം അവിടുന്ന് തന്നെ ക്ലിയർ ചെയ്യാണ് ഏറ്റവും ബെസ്റ്റ്. അവിടുന്ന് തന്നെ കാരണം നമ്മളെ ബില്ലുകളൊക്കെ വളരെ എഫക്റ്റീവ് ആയിട്ട് ആണ് എല്ലാം ചെയ്യുന്നത്. അതിൽ വീണ്ടും പിന്നെ ഡിസ്കൗണ്ട് ആണ് പിന്നെ ഒരു സാധനം. നമ്മൾ ഓൾറെഡി അവിടെ ഡിസ്കൗണ്ട് കൊടുക്കുന്നുണ്ട്. ഇനി അഡീഷണൽ ഡിസ്കൗണ്ട് ഇറ്റ്സ് നോട്ട് പോസിബിൾ. ഓക്കെ, അപ്പോൾ ആ രീതിയിലൊന്നും ഓഫീസിലേക്ക് പരമാവധി വരാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. എന്തെങ്കിലും ക്ലറിക്കൽ മിസ്റ്റേക്സ് സാധനങ്ങളാണെങ്കിൽ അക്കൗണ്ട്സുമായി ബന്ധപ്പെട്ടിട്ട് അത് ക്ലിയർ ചെയ്യുക. ദെൻ റിമാർക്ക്, നിങ്ങൾ എന്തെങ്കിലും അതിൽ ഫൗണ്ട് ചെയ്ത ഇന്ന പ്രോബ്ലംസോ എന്തായാലും കുഴപ്പമില്ല, പോസിറ്റീവ് ഓർ നെഗറ്റീവ് റിമാർക്ക് നിങ്ങൾ എഴുതേണ്ടതാണ്. ഇതുമായി ബന്ധപ്പെട്ട് ഇന്ന് നിങ്ങൾ കളക്ട് ചെയ്തതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഇതുണ്ടെങ്കിൽ ഇവിടെ ഈ പോയിന്റ് ആക്കി എഴുതിയിടുകയോ ചെയ്യുക. ഓവറോൾ സ്റ്റാറ്റസ്, ഓവറോൾ സ്മൂത്ത് ആണെങ്കിൽ ഓക്കെ, സ്മൂത്ത് എന്ന് കൊടുക്കുക, അല്ലെങ്കിൽ ഇത് ഒഴിവാക്കുക. ആക്ഷൻ നീഡഡ് എന്നുണ്ടെങ്കിൽ ഈ സ്മൂത്ത് ഒഴിവാക്കിയിട്ട് ആക്ഷൻ നീഡഡ് ഇടുക. അപ്പൊ എന്തായാലും നിങ്ങളുടെ അഡ്മിനിസ്ട്രേറ്റീവ് സ്റ്റാഫിന് കാര്യം മനസ്സിലാവും എന്തോ സംഗതി ഉണ്ടെന്ന്. അപ്പൊ അവര് നിങ്ങളെ ഫോളോ ചെയ്യുകയും ചെയ്യും. അത് ഡെയിലി സർവീസ് ആൻഡ് പേഷ്യന്റ് റിലേഷനിലുള്ള ആള് അല്ലെങ്കിൽ ആളുകൾ ചെയ്യേണ്ട കാര്യങ്ങളാണ് ഇത്രയും എന്നുള്ളത്. ഗസ്റ്റ് റിലേഷൻ, ദെൻ ഫോളോ അപ്പ് കോൾസ്, IP ബില്ലിംഗ് ആൻഡ് സ്കിറ്റ്സ് കാർഡ് എൻട്രി. ഓക്കെ, ഇനി നമ്മൾ പോകുന്നത് രണ്ടാമത്തെ ഏരിയയിലേക്കാണ്, ഡെയിലി ഓപ്പറേഷൻ ആൻഡ് ഫെസിലിറ്റി. ഡെയിലി ഓപ്പറേഷൻ ഫെസിലിറ്റിയിൽ ഒന്നാമതുള്ളത് ഇത് ഇതേപോലെ തന്നെ റിപ്പോർട്ട് നിങ്ങളുടെ വാട്സാപ്പ് ഗ്രൂപ്പിലേക്കാണ് റിപ്പോർട്ട് സെൻഡ് ചെയ്യേണ്ടത്. ആ റിപ്പോർട്ട് സെൻഡ് ചെയ്യേണ്ട രൂപമാണിത്. അതിന്റെ ഒരു ടെംപ്ലേറ്റ് ആണിത്. ഡേറ്റ്, ആരാണോ ചെയ്യുന്നത് അയാളുടെ പേര്, ഏരിയ ചെക്ക്ഡ്, എല്ലാ ദിവസവും OP, IP, OT, ICU, കോമൺ ഏരിയ ഇതെല്ലാം ക്ലീൻ ആണെന്ന് ഉറപ്പുവരുത്തുക. ക്ലീൻ ആൻഡ് ടൈഡി ആണെന്ന് ഉറപ്പുവരുത്തുക. ഓക്കെ, OT-യിലേക്ക് നിങ്ങൾക്ക് ചിലപ്പോൾ ആക്സസ് ഉണ്ടാവില്ല, ഫ്യൂമിഗേറ്റ് ചെയ്തിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്തുക. അവിടെയുള്ള സ്റ്റാഫ് നഴ്സുകളോട് ചോദിച്ചു കഴിഞ്ഞാൽ കൃത്യം കാര്യങ്ങൾ മനസ്സിലാവും. ഓക്കെ, ബട്ട് എല്ലാ ഏരിയയിലും ജസ്റ്റ് ഒന്ന് പോയി നോക്കുക. അതായത് ഇത്രയും ഏരിയ ചെക്ക് ചെയ്തിട്ടുണ്ട്, എല്ലാ ദിവസവും OP-യും അതിന്റെ അവിടെ ഇങ്ങനെ ടിക്ക് ചെയ്ത് കൊടുക്കുക. OP കവേർഡ്, IP കവേർഡ്, OT കവേർഡ്, ICU കോമൺ ഏരിയ കവേർഡ്. ക്ലീൻ ആൻഡ് ടൈഡി, ഓൾ ഏരിയാസ് ക്ലീൻ ആൻഡ് ടൈഡി ആണ്. അല്ലെങ്കിൽ ഇന്ന ഏരിയാസ് ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇഷ്യൂസ് ഫൗണ്ട്, എത്ര ഇഷ്യൂസ് ആണ് ഹൗസ് കീപ്പിംഗുമായി ബന്ധപ്പെട്ട് ഫൗണ്ട് ചെയ്തത്. ഹൗസ് കീപ്പിംഗിന് സെപ്പറേറ്റ് ഗ്രൂപ്പ് ഉണ്ട്, അതിലേക്ക് ഫോട്ടോ ഇടുക. ആ ഫോട്ടോ ഇട്ടത് എത്ര എണ്ണമാണെന്ന് ഇതിൽ ക്ലിയർ ചെയ്യുക. വേസ്റ്റ് മാനേജ്മെന്റ് 2 ഏരിയ ഉള്ളത്. ഒന്ന് വേസ്റ്റ് കളക്ഷൻ ഏരിയ, ഓരോ റൂമുകളിൽ നിന്ന് അല്ലെങ്കിൽ നഴ്സിംഗ് സ്റ്റേഷനിൽ നിന്ന് വേസ്റ്റ് കളക്ട് ചെയ്യണം. അതെല്ലാം കൃത്യമായിട്ടാണ് സാഗ്രിഗേറ്റ് ചെയ്തിട്ടാണ് ഓരോ ഡിപ്പാർട്ട്മെന്റും ഇടുന്നതെന്ന് ഒന്നാമത് ഉറപ്പിക്കാം. എന്തെങ്കിലും ആക്ഷൻസ് വേണമെന്നുണ്ടെങ്കിൽ കൺസേൺ ഡിപ്പാർട്ട്മെന്റ് ഹെഡുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. അതായത് സാഗ്രിഗേഷൻ മെത്തേഡ്സ് എന്താണെന്ന് അവർക്ക് കൃത്യമായിട്ട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തിട്ടുണ്ട്. 2 വേസ്റ്റ് എല്ലാം എടുത്ത് നമ്മൾ ഇമാജ് വേസ്റ്റുകൾ തരംതിരിക്കുന്ന ഏരിയ ഉണ്ട്. ഇമാജിന് കൊടുക്കേണ്ട, അതായത് ബയോമെഡിക്കൽ വേസ്റ്റുകളൊക്കെ. അത് ഒരു കാരണവശാലും ഹെവി വേസ്റ്റുകൾ പോകാൻ പാടില്ല. അതായത് ഒരു നിശ്ചിത വെയിറ്റിൽ കൂടുതലുള്ള വേസ്റ്റുകൾ പോകാൻ പാടില്ല. അപ്പൊ എന്താണെന്ന് സാഗ്രിഗേറ്റ് ചെയ്യുന്ന ആളുകളുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. അവർക്ക് എന്തെങ്കിലും ഇഷ്യൂസ് പറയാനുണ്ടെങ്കിൽ കേൾക്കുക. ഇന്ന പ്രശ്നങ്ങളുണ്ട്, അതെങ്ങനെ സോൾവ് ചെയ്യാൻ പറ്റുമെന്ന് നോക്കുക. എന്തെങ്കിലും ആക്ഷൻസ് വേണമെന്നുണ്ടെങ്കിൽ അത് നോട്ട് ചെയ്യാം. ഓക്കെ, സ്റ്റാഫ് ഓൺ ഡ്യൂട്ടി. ഹൗസ് കീപ്പിംഗിൽ നമുക്ക് 8 സ്റ്റാഫ് ആണുള്ളതെന്നുണ്ടെങ്കിൽ 8 സ്റ്റാഫ് ഓൺ ഡ്യൂട്ടിയിലുള്ളത് 8 സ്റ്റാഫ് പ്രസന്റ് ആണ്. ഇപ്പോൾ ആരെങ്കിലും ഒരാൾ ലീവ് ആണെങ്കിൽ 7 സ്റ്റാഫ് പ്രസന്റ്. റിമാർക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇതിൽ എഴുതി ചേർക്കണം. ക്ലിയർ? ഹൗസ് കീപ്പിംഗുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഇത്രയും കാര്യം. ഇവർക്ക് തന്നെ അടുത്തുള്ള മെയിൻ്റനൻസ് ആണ്. ഇപ്പൊ ഹൗസ് കീപ്പിംഗ് നമ്മൾ റൗണ്ട്സിന് പോകുന്നുണ്ട്. ഹൗസ് കീപ്പിംഗ് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ഉണ്ടാവുക മെയിൻ്റനൻസ് ആണ്. എന്തെങ്കിലും ന്യൂ കംപ്ലൈന്റ്സ് ഉണ്ടോ? അങ്ങനെ എത്ര കംപ്ലൈന്റ് ആണ് ഉള്ളത്? ഇപ്പൊ 2 കംപ്ലൈന്റ് അല്ലെങ്കിൽ 3 കംപ്ലൈന്റ് ഇടുക. ഇന്ന് ഇഷ്യൂസ് റിസോൾവ്, പിറ്റേ ദിവസം 24 hours-ന്റെ ഉള്ളിൽ ഈ ഇഷ്യൂ റിസോൾവ് ചെയ്തിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ ഈ 3 കംപ്ലൈന്റ് റിസോൾവ് ചെയ്തു. അല്ലെങ്കിൽ കംപ്ലൈന്റ് ഇല്ലെങ്കിൽ നിൽ എന്ന് കൊടുക്കുക. റിസോൾവ് നിൽ, അപ്പൊ ആവശ്യമില്ല. പെൻഡിങ് എന്തെങ്കിലും ഉണ്ടോ? അപ്പൊ ഒരു പൈപ്പ് പൊട്ടി, അല്ലെങ്കിൽ പൈപ്പ് നേരാക്കി, അല്ലെങ്കിൽ ഡോറിന് ലോക്ക് കംപ്ലൈന്റ്, പെൻഡിങ് ഇത്ര എണ്ണം. അല്ലെങ്കിൽ ഇൻ പ്രോഗ്രസ് ഇത്ര എണ്ണം. പെൻഡിങ് എത്ര, പ്രോഗ്രസ് എത്ര, വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണെന്നുള്ളത്. മേജർ വർക്കുമായി ബന്ധപ്പെട്ട് ഇപ്പൊ ഒരു ജനറേറ്റർ ഇഷ്യൂ അല്ലെങ്കിൽ ഇലക്ട്രിസിറ്റിയുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും വർക്ക്,
അല്ലെങ്കിൽ കൺസ്ട്രക്ഷൻ ഏരിയ, അത് സിവിൽ ഏരിയയുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും വർക്ക് ആണെങ്കിൽ ഇതിൽ മെൻഷൻ ചെയ്യുക ഇന്ന ഏരിയ മേജർ വർക്ക് റിക്വയർഡ് എന്നുള്ളത്. ഓക്കെ, അല്ലെങ്കിൽ ആവശ്യമില്ല എന്നുണ്ടെങ്കിൽ ഇന്നിൽ എന്നിടാം. പ്രിവെന്റീവ് മെയിൻ്റനൻസ് ഡൺ, അതായത് ചില സമയങ്ങളിൽ നമ്മൾ റിപ്പയറിങ് ചെയ്യും. ഇപ്പൊ നമ്മള് റൂമുകളുടെ പെയിന്റിങ്, അല്ലെങ്കിൽ പിന്നെ ഈ വാൾഡ്രോബ്സ്, നമ്മുടെ അലമാറകള്, അല്ലെങ്കിൽ പിന്നെ എന്താ പറയാ ടോയ്ലറ്റുകൾ, ഇതൊക്കെ പ്രിവെന്റീവ് മെയിൻ്റനൻസ് നടത്തുന്ന ഏരിയകളാണ്. അതായത് ഇഷ്യൂ വരുന്നതിന് മുമ്പ് AC, ഇത്രയും കാര്യങ്ങൾ അങ്ങനെ ഉണ്ടെങ്കിൽ ഉണ്ടെന്ന് മാർക്ക് ചെയ്യുക. റിമാർക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇന്ന ഇന്ന ഏരിയ അല്ലെങ്കിൽ ഇന്ന റൂം ഇന്ന സാധനം എന്നുള്ളത് ഇതിൽ മാർക്ക് ചെയ്തിട്ട് നമ്മളുടെ വാട്സാപ്പ് ഗ്രൂപ്പിലേക്ക് ഇടുക. അതായത് ഒന്ന് ഹൗസ് കീപ്പിംഗ്, രണ്ട് മെയിൻ്റനൻസ്, ഇത് രണ്ടും കൂടെ പോകുന്ന ഏരിയയാണ്. അടുത്ത് ബയോമെഡിക്കൽ എക്യുപ്മെന്റ്സ്. ഓരോ ഏരിയയിൽ നമ്മൾ പോകുമ്പോൾ ഒന്ന് നമ്മളുടെ ഹൗസ് കീപ്പിംഗ് ഏരിയ നമ്മൾ കൃത്യമായി നോക്കണം, രണ്ട് നമ്മളുടെ പിന്നെ മെയിൻ്റനൻസ് ഉണ്ടോ നോക്കണം, മൂന്ന് എക്യുപ്മെന്റ്സ് ചെക്ക് ചെയ്യുക. ആ ഏരിയയിലുള്ള എന്തൊക്കെ എക്യുപ്മെന്റ്സ് ഉണ്ട്, എക്യുപ്മെന്റ്സ് ചെക്ക്ഡ് ടുഡേ, എത്ര എക്യുപ്മെന്റ്സ് നിങ്ങൾ ഇന്ന് ചെക്ക് ചെയ്തിട്ടുണ്ട്, എല്ലാ ദിവസവും ഓരോരോ എക്യുപ്മെന്റ്സ് ആയിട്ട് നോക്കുക. വർക്കിംഗ് പ്രോപ്പർലി, എക്യുപ്മെന്റ്സ് ചെക്ക്ഡ്, ടോട്ടൽ എക്യുപ്മെന്റ്സ് ചെക്ക്ഡ് മീൻസ് അറ്റ്ലീസ്റ്റ് എടുത്ത് നോക്കുക, അതിന് പ്രശ്നങ്ങളൊന്നും ഇല്ലാന്ന് ഉറപ്പുവരുത്തുക. സർവീസ് ഉണ്ടോ, ഉണ്ടെങ്കിൽ എത്ര, സർവീസ് ചെയ്യാനായത് ഉണ്ടോ. പിന്നുള്ളത് കാലിബ്രേഷൻ എന്ന് പറഞ്ഞാൽ അതിന്റെ അളവും തൂക്കമൊക്കെ കൃത്യമാണോ. അപ്പൊ ഓരോന്നിനും ചെക്ക് ചെയ്യുന്നതൊക്കെ, ഇപ്പൊ BP മോണിറ്ററിങ് ആണെങ്കിൽ അത് കൃത്യമാണ്, അല്ലെങ്കിൽ നമ്മളുടെ വർക്ക് എഫിഷ്യന്റ് ആണ് നോക്കുന്നതാണ് ഇത്. കാലിബ്രേഷൻ എന്ന് പറഞ്ഞാൽ ഒരു കൃത്യമാക്കുക. സർവീസ് ചെയ്യേണ്ടതുണ്ടെങ്കിൽ ഇത്ര എണ്ണം സർവീസിനുണ്ട്, ഇന്ന സാധനം ഉണ്ട്. AMC ആനുവൽ മെയിൻ്റനൻസ് കോൺട്രാക്ട്, അതേപോലെ തന്നെ CMC. ഇതെന്താ വെച്ചാൽ ഓരോ പുതിയ മെഷീനറീസ് നമ്മൾ വാങ്ങുമ്പോൾ വാറണ്ടി എന്നൊക്കെ പറയില്ലേ, അതാണ്. അത് ഈ മാസം വാറണ്ടി കഴിയുന്ന, അല്ലെങ്കിൽ ഈ വീക്കിൽ വാറണ്ടി കഴിയുന്ന എന്തെങ്കിലും ഇൻസ്ട്രുമെന്റ്സ് ഉണ്ടോ, ഇല്ലെങ്കിൽ നോ കൊടുക്കുക. അപ്പൊ എന്ത് ചെയ്യണം, നമ്മൾ എല്ലാത്തിനെയും വാറണ്ടി കാർഡുകളൊക്കെ ചെക്ക് ചെയ്യണം. AMC ഉള്ള മെഷീൻസിന്റെ, മെയിൻലി സ്കാനിങ് മെഷീൻ അങ്ങനെയുള്ള സംഗതികളൊക്കെ ഉണ്ടല്ലോ, അതിനൊക്കെ AMC ഉണ്ടാവും. AMC അപ്ഡേറ്റഡ് ആണെന്ന് ഉറപ്പുവരുത്തുക. ഇല്ലെങ്കിൽ അത് ഡിപ്പാർട്ട്മെന്റ് ഹെഡിനോട് ഇവിടെ റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടി പറയാം. നമ്മുടെ അക്കൗണ്ട്സിൽ അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേഷനിൽ റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടി പറയാം. ബ്രേക്ക് ഡൗൺസ് ഉണ്ടായിട്ടുണ്ടോ, ഏതെങ്കിലും മെഷീൻസ് വർക്ക് ആവാതെ കിടക്കുന്നുണ്ടോ, ഇഷ്യൂസ് ഉണ്ടോ, ഇത് നോക്കുക. ഉണ്ടെങ്കിൽ ഇന്ന മെഷീൻ ഇത്ര എണ്ണം, BP അപ്പാരറ്റസ് ആണെങ്കിൽ ഇത്ര എണ്ണം കംപ്ലൈന്റ്, അല്ലെങ്കിൽ ഇന്ന സാധനം കംപ്ലൈന്റ് ഇന്ന ഏരിയയിൽ എന്ന് പറയാം. ടെക്നീഷ്യൻ വിസിറ്റ് ചെയ്യേണ്ടതുണ്ടോ. അപ്പൊ നമുക്ക് ബയോമെഡിക്കൽ സ്റ്റാഫ് സ്ഥിരമായിട്ടില്ല എക്യുപ്മെന്റ്സുമായി ബന്ധപ്പെട്ടിട്ട്. ഒന്ന് നമ്മൾ ഇലക്ട്രിക്കലും ബാക്കിയുള്ള ഏരിയയിലൊക്കെ നമുക്ക് ആളുണ്ടെങ്കിലും ബയോമെഡിക്കൽ നമുക്ക് എപ്പോഴും ആവശ്യം വരാത്തൊരു ഏരിയയാണ്. എല്ലായ്പ്പോഴും ഭയങ്കര കംപ്ലൈന്റ് ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ വീക്ക്ലി വൺസ് ആണ് വിസിറ്റ് ചെയ്യുക. ആ വിസിറ്റ് ചെയ്യുമ്പോൾ എല്ലാ സാധനങ്ങളും അയാളുടെ കയ്യിൽ കൊടുക്കുക. വിസിറ്റ് ചെയ്തിട്ടുണ്ടോ, ഉണ്ടെങ്കിൽ ഡൺ, വിസിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല, എല്ലാം ഓക്കെയാണ്. അല്ലെങ്കിൽ പെൻഡിങ് എന്നുള്ള സംഗതി ഇതിട്ട് വെക്കുക. പെൻഡിങ്, സാധനം കംപ്ലൈന്റ് ഉണ്ട്, അതുകൊണ്ട് പെൻഡിങ്, നെക്സ്റ്റ് വിസിറ്റിൽ കംപ്ലീറ്റ് ആവും. ആ വിസിറ്റ് ചെയ്യുന്ന ദിവസം ഡൺ എന്നുള്ള മാർക്കും ഇട്ട് വെക്കുക. ഓക്കെ, നിങ്ങൾ റിമാർക്ക് ചെയ്യുക, എന്തെങ്കിലും ആക്ഷൻ നീഡ് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ, ഇത് അറ്റൻഡ് ചെയ്യണം, ഇന്ന സാധനം ശ്രദ്ധിക്കണം എന്നുണ്ടെങ്കിൽ ആ ഏരിയയുടെ ഒന്ന് മെൻഷൻ ചെയ്യുകയും ചെയ്യുക. ക്ലിയർ. ഇപ്പൊ പറഞ്ഞ മൂന്നെണ്ണം, അതായത് ഹൗസ് കീപ്പിംഗ്, മെയിൻ്റനൻസ്, ബയോമെഡിക്കൽ, ഓവറോൾ സിസ്റ്റം ഈസ് ഓക്കെ ആണെങ്കിൽ ടിക്ക് ഇടുക, ഈ ഏരിയ ഡിലീറ്റ് ചെയ്ത് ഒഴിവാക്കുക. ആക്ഷൻ റിക്വയർഡ് ആണെങ്കിൽ ഈ ഏരിയ ഓപ്പൺ ചെയ്യുക, മീൻസ് ഇത് മാത്രം വെക്കുക. ആക്ഷൻ റിക്വയർഡ്, അപ്പൊ എന്തായാലും അവിടെ നിങ്ങളായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയും ഏതൊക്കെയാണ് എവിടെയൊക്കെയാണ് ആക്ഷൻ എടുക്കേണ്ടതെന്ന് പറഞ്ഞ് മനസ്സിലാക്കി തരികയും ചെയ്യും. ഇത് നിങ്ങൾ വാട്സാപ്പിലേക്ക് ചെയ്യേണ്ട റിപ്പോർട്ടിംഗ് ആണ് ഈ മൂന്നെണ്ണം. ക്ലിയർ ആയോ? രണ്ടാമത്തെ ഭാഗം, അതായത് ഓപ്പറേഷനിൽ രണ്ടാമത്തെ ഭാഗം, ഡെയിലി ഓപ്പറേഷൻ ഇൻ ഫെസിലിറ്റി, ഇതാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. മൂന്നാമത്തത് OP കോർഡിനേഷൻ. OP കോർഡിനേഷൻ ഇസ് വെരി സിമ്പിൾ. നമ്മൾ സാധാരണ ഉള്ള തന്നെ ടോട്ടൽ പേഷ്യൻസ്, ആദ്യം റിസപ്ഷൻ ഏരിയയിലാണ് അവർ ഉണ്ടായിരിക്കേണ്ടത്. റിസപ്ഷൻ ആൻഡ് കാഷ്വാലിറ്റി നമ്മളുടെ ആ ഏരിയ ഉണ്ടല്ലോ, അവിടെ ഓൾവേസ് ഈ ആളുകൾ ഉണ്ടായിരിക്കണം. ആളുകളെ ഹെൽപ്പ് ചെയ്യുക, വരുന്ന ആളുകൾക്ക് ഏതൊക്കെ ഏരിയയിലേക്കാണ് അവർക്ക് പോകേണ്ടതെന്ന് കൃത്യമായി പറഞ്ഞു കൊടുക്കുക. എല്ലാവരെയും അറ്റൻഡ് ചെയ്യുക. ആ സാറേ വരൂ, ഇവിടെയാണ്, ഓക്കെ മാഡം ഇത് കാണിച്ചോ, എന്നാ ഇവിടെയാണ്, ഇതാ ഈ ഏരിയയിലേക്കാണ് പോകേണ്ടത്, വരും മാഡം, ഞാൻ അങ്ങനെ ഒരു സാധനത്തിൽ ഇങ്ങനെ കെയർ ചെയ്യുക. അവർക്ക് വേണ്ട കാര്യങ്ങളൊക്കെ നോക്കുക.
എന്നിട്ട് ഈ റിപ്പോർട്ട് ചെയ്യേണ്ടത് ടോട്ടൽ OPs എത്ര ഉണ്ട്, ഇന്ന് നമ്മളെ ഡോക്ടറെ കാണിക്കാൻ വന്ന ആളുകളുടെ എണ്ണം എത്ര ഉണ്ട്. അതായത് റിസപ്ഷൻ ഇൻചാർജിനോട് ചോദിച്ചാൽ അവർ നിങ്ങൾക്ക് പറഞ്ഞു തരും. അതായത് നമ്മുടെ മെയിൻ റിസപ്ഷനിലെയും അതേപോലെ തന്നെ എമർജൻസി റിസപ്ഷനിലെയും ടോട്ടൽ. ഡിപ്പാർട്ട്മെന്റ് ആക്റ്റീവ്, നമുക്കുള്ള എത്ര ഡിപ്പാർട്ട്മെന്റ് ആണ് നോക്കാം. മെയിൻലി ഡോക്ടേഴ്സിനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്, ബാക്കി എല്ലാ ഡിപ്പാർട്ട്മെന്റും ഓൾവേസ് ആക്റ്റീവ് ആയിരിക്കും. ഗൈനക്, പീഡിയാട്രിക്, ഓർത്തോ, ജനറൽ, ഇതൊക്കെ ഡെയിലി നമുക്ക് ഉള്ളതാണ്. ENT. അപ്പൊ ടോട്ടൽ ഡിപ്പാർട്ട്മെന്റുകൾ എത്ര എന്ന് എഴുതുക. ഇപ്പോ 12 ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്, അതിൽ ഇന്ന് 7 ആക്റ്റീവ് ആണ്. അങ്ങനെ ഫിൽ ചെയ്യാം. ഓക്കെ. ദെൻ ആവറേജ് വെയിറ്റിംഗ് ടൈം, ഒരു പേഷ്യന്റ് വന്ന് ഡോക്ടറെ കാണിക്കാനുള്ള വെയിറ്റിംഗ് ടൈം എത്രയാണ് അത് നോക്കാം. 2, ഒരു പേഷ്യന്റ് വന്ന് ഡോക്ടറെ കാണിച്ച് അയാൾ മെഡിസിൻ വാങ്ങി പോകുന്ന വെയിറ്റിംഗ് ടൈം. അതൊക്കെ നിങ്ങൾക്ക് ഇതിൽ പഠിക്കേണ്ട ഒരു ഏരിയ ആണ്. ഓക്കെ. അപ്പൊ ആവറേജ് വെയിറ്റിംഗ് ടൈം യൂഷ്വലി പറയാം, ഒരു പേഷ്യന്റ് വന്ന് ആ പേഷ്യന്റ് ഡോക്ടറെ അപ്പോയിന്റ്മെന്റ് എടുത്ത് കാണിക്കുന്നത്. എമർജൻസി കാര്യമല്ല, എമർജൻസി പറഞ്ഞാൽ വിത്തിൻ മിനിറ്റ്സ്, 3 മിനിറ്റ്സിനുള്ളിൽ അവർ അറ്റൻഡ് ചെയ്യണം എന്നാണ്. ഓക്കെ. ഇത് നോർമൽ OPയുടെ കാര്യമാണ് പറഞ്ഞത്. എമർജൻസി വരെയാണ് എന്താ ചെയ്യുക, നേരിട്ട് കാഷ്വാലിറ്റിയിലേക്ക് പോവുക, അവിടേക്ക് ഡോക്ടറും സിസ്റ്റേഴ്സിന്റെ അവൈലബിലിറ്റി ഉറപ്പുവരുത്തുക. ഓക്കെ. ഇത് വെയിറ്റിംഗ് ടൈം, ആവറേജ് വെയിറ്റിംഗ് ടൈം ഇൻ OP. ഒരാൾ പേഷ്യന്റ് ടോക്കൺ എടുത്ത് ഡോക്ടറെ കാണാനുള്ള വെയിറ്റിംഗ് ടൈം. അത് മെയിൻലി നമ്മളുടെ ഗൈനക്കാണ് നോക്കേണ്ടത്, ഇത്ര സമയം എടുക്കുന്നുണ്ട്. ഓക്കെ. മാക്സിമം വെയിറ്റിംഗ് ടൈം കുറക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റും നോക്കുക. അതായത് കൃത്യമായിട്ട് അപ്പോയിന്റ്മെന്റ് കൃത്യസമയത്ത് കൊടുക്കുക. അപ്പോൾ 9 മണിക്ക് വരേണ്ട ആളുകൾ ഇത്ര പേരാണ്, ആ കൃത്യ ആളുകളെ എത്തിയിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്തുക. അതായത് 9 മണിക്ക് വരേണ്ട ആളുകൾ 11 മണിക്കൊക്കെ വരികയാണെങ്കിൽ പിന്നെ ആ പ്രശ്നം വരും. ഓക്കെ. ഭയങ്കര റഷായിട്ടും വെയിറ്റിംഗ് ഇതൊക്കെ കൂടും. അതൊന്ന് കൃത്യമായിട്ട് നോക്കുക. അതിനുള്ള മെത്തേഡ്സ് അവിടെ ഉപയോഗിക്കുന്നുണ്ട്. ഓരോ പ്രിസ്ക്രിപ്ഷന്റെ മുകളിലും കൃത്യമായി ടൈമൊക്കെ എഴുതി വെക്കുന്നുണ്ട്. അതിന് നമ്മൾ വേറെ മെത്തേഡ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ. ഫാർമസി, ലാബ്, സ്കാൻ, സ്മൂത്ത് ആണോ ഡിലേ ഉണ്ടോ, സ്കാന്, എക്സ്റേ, ഇതൊക്കെ നമ്മൾ ഉൾപ്പെടുത്താം. സ്മൂത്ത് ആണെങ്കിൽ എല്ലാം സ്മൂത്ത് ആണ്, അവിടെ ഇഷ്യൂസ് ഒന്നും ഇല്ല, ഡിലേ ഒന്നും ഇല്ല. പേഷ്യൻസിനോട് നിങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. അതേപോലെ തന്നെ നിങ്ങൾക്ക് അവിടെ ഉണ്ടാവുന്ന സമയത്ത് നിങ്ങൾക്ക് മനസ്സിലാവും ഇത്ര അധികം ആൾക്കാർ വെയിറ്റ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ സ്മൂത്ത് അല്ല, അവിടെ എന്തൊക്കെയോ പ്രശ്നം ഉണ്ട് എന്നുണ്ടെങ്കിൽ അവിടെ ഡിലേ എന്നുള്ളത് കൊടുക്കുക. സ്മൂത്ത് ആണെങ്കിൽ ടിക്ക് ചെയ്യുക. ആൻഡ് ഗ്രീവൻസ് ആൻഡ് ഫീഡ്ബാക്ക്, ഏതെങ്കിലും പേഷ്യൻസ് കംപ്ലൈന്റുകൾ പറയുകയാണെങ്കിൽ എന്ത് കംപ്ലൈന്റ് ആണ് അതൊന്ന് അറ്റൻഡ് ചെയ്യുക. എന്താണ് കംപ്ലൈന്റ്, ഓക്കെ, അതൊന്ന് റിപ്പോർട്ട് ചെയ്യുക. ഇമ്മീഡിയറ്റ് ആക്ഷൻ എടുക്കേണ്ടതാണെങ്കിൽ ഗ്രൂപ്പിൽ അപ്പം തന്നെ റിപ്പോർട്ട് ചെയ്യുക. അല്ലെങ്കിൽ നിങ്ങളുടെ ഇൻചാർജ് ആ ഏരിയയിൽ, അപ്പോൾ റിസപ്ഷൻ ആണെങ്കിൽ റിസപ്ഷൻ ഇൻചാർജിനോട് പറയാം, അവർക്ക് സോൾവ് ചെയ്യാൻ പറ്റുന്നുണ്ടോ നോക്കുക. ഇല്ലെങ്കിൽ നെക്സ്റ്റ് ലെവലിലേക്ക് അത് എസ്കലേറ്റ് ചെയ്യാം. ക്ലിയർ. അതുമല്ലെങ്കിൽ അവർക്ക് കംപ്ലൈന്റ് പറയാനോ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ആ കംപ്ലൈന്റ് പറയാനുള്ള നമ്പർ അവർ കാണിച്ചു കൊടുക്കുക, അതിൽ റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടി പറയാം. അത് ഇമ്മീഡിയറ്റ് ആക്ഷൻ എടുക്കേണ്ട, പക്ഷെ കാര്യം പറയാനാണെന്നുണ്ടെങ്കിൽ ഇമ്മീഡിയറ്റ് ആണെങ്കിൽ അപ്പോൾ തന്നെ നെക്സ്റ്റ് സ്റ്റെപ്പ് എടുക്കുക. ക്ലിയർ. അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് റിപ്പോർട്ട് ചെയ്യുക, ഇല്ലെങ്കിൽ നിൽ എന്ന് മാർക്ക് ചെയ്യുക. ദെൻ റിമാർക്ക്, എന്തെങ്കിലും ഇതുമായി ബന്ധപ്പെട്ട് വേറെ എന്തെങ്കിലും നിങ്ങൾക്ക് പറയാനുണ്ടെങ്കിൽ അത് ഇവിടെ കൊടുക്കുക. എല്ലാ ഏരിയയും സ്മൂത്ത് ആണെങ്കിൽ ആൾ സ്മൂത്ത് എന്ന് എഴുതി ടിക്ക് ചെയ്യുക. അല്ല നീഡ്സ് ഫോളോ അപ്പ് എന്നുണ്ടെങ്കിൽ ഈ ആൾ സ്മൂത്ത് ഒഴിവാക്കിയിട്ട് നീഡ്സ് ഫോളോ അപ്പ് എന്നുള്ള മാർക്ക് ഇട്ട് കഴിഞ്ഞാൽ എന്തായാലും അപ്പൊ തന്നെ അതിന്റെ ആളുകൾ അതിന് വേണ്ട ആക്ഷൻസ് എടുത്തു തുടങ്ങും. ക്ലിയർ. OP കോർഡിനേഷൻ. ദെൻ ഡെയിലി ഓപ്പറേഷൻ അപ്ഡേറ്റ്, OT ആൻഡ് ലേബർ റൂം. നമ്മളെ OT ആൻഡ് ലേബർ റൂം ഡേറ്റും കാര്യങ്ങളും ഇവിടെ കൊടുക്കുക. ദെൻ OTയിൽ ലേബർ റൂമിൽ നടക്കുന്ന ഏരിയ, അതൊരു എന്താ പറയാ, പ്രിവെന്റീവ് ഏരിയ ആണ്. അവിടേക്ക് നമുക്ക് എല്ലായ്പ്പോഴും എല്ലാവർക്കും കയറി ചെല്ലാൻ പറ്റുന്ന ഒരു ഏരിയ അല്ല. അതുകൊണ്ട് തന്നെ ഫസ്റ്റ് ഡോറിന്റെ ഉള്ളിലായിരിക്കും സ്പേസ് ഉണ്ടാവുക. നിങ്ങൾ ചെയ്യേണ്ടത് ഒന്ന്, പേഷ്യൻസുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യൽ എളുപ്പമാക്കി കൊടുക്കുക. അതായത് ആരൊക്കെയാണ് ഇന്ന ആളുടെ ബൈസ്റ്റാൻഡേഴ്സ് എന്ന് നിങ്ങൾക്ക് ബോധ്യം വേണം. അപ്പോൾ നിങ്ങൾ ആ ബൈസ്റ്റാൻഡേഴ്സിന്റെ ഒന്നുകിൽ ബൈസ്റ്റാൻഡേഴ്സിന്റെ ഫോൺ നമ്പർ വാങ്ങി വെക്കുക, ഇന്ന ആള് പുറത്തുണ്ട് എന്ന് ഉറപ്പുവരുത്തുക. ഇപ്പൊ ആരും കണ്ടില്ല എന്നുണ്ടെങ്കിൽ ആ നമ്പറിൽ വിളിക്കുക. അല്ല പിന്നെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അത് അവിടെ നോട്ട് ചെയ്ത് വെക്കുക, അവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. ഇപ്പൊ ഡോക്ടർ വരുമ്പോഴോ അല്ലെങ്കിൽ സിസ്റ്റേഴ്സിനോ അവരായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് കൃത്യമാക്കുക. ഇനിയിപ്പോൾ ആരെങ്കിലും ബെല്ലടിക്കുകയാണെങ്കിൽ ബെല്ലടിച്ച് അവർ ഓപ്പൺ ചെയ്ത് ആരാണ് എന്താണെന്ന് കൃത്യമായി ചോദിച്ചതിന് ശേഷം നഴ്സുമാരെ റിപ്പോർട്ട് ചെയ്യുക. അവർക്ക് വേണ്ട കാര്യങ്ങൾ നിർദ്ദേശിച്ചു കൊടുക്കും. കൂടാതെ ഇവർക്ക് ഈ സർജറിക്കോ അല്ലെങ്കിൽ ബാക്കിയുള്ളതിനോ വേണ്ട എല്ലാവിധ NICU ICU ഇതിനൊക്കെ വേണ്ട എല്ലാ
കൺസേൺ ഫോംസ് ഉണ്ടാവും. അതെല്ലാം ഫില്ല് ചെയ്ത് സൈൻ ചെയ്തിട്ടുണ്ട് എന്ന് ഉറപ്പുവരുത്തുക. ഇതാണ് നിങ്ങളുടെ അവിടുത്തെ മെയിൻലി ഡ്യൂട്ടി. അത് കമ്മ്യൂണിക്കേഷൻ കൃത്യമാക്കുക. എല്ലാവർക്കും വിളിച്ചാൽ കിട്ടും, അല്ലെങ്കിൽ ആൾക്കാർക്ക് വേണ്ട കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് അപ്ഡേറ്റ് ചെയ്യുക. പേഷ്യൻസിന്റെ സൈഡിൽ നിന്ന് ഒരു ഡിലേയും ഉണ്ടാവാൻ പാടില്ല. ക്ലിയർ? പിന്നെ ഇത് റിപ്പോർട്ടിംഗ് ആണ്. OT, ഓപ്പറേഷൻ തിയേറ്ററിൽ എത്ര കേസസ് ഉണ്ടായിരുന്നു, മേജർ മൈനർ. മേജർ കേസ് എത്ര ഉണ്ട്, മൈനർ കേസ് എത്ര ഉണ്ട്. ചെറിയ എന്തെങ്കിലും ചെറിയ പരിപാടിയാണെങ്കിൽ അത് മൈനർ ആയിരിക്കും. പിന്നെ നമുക്ക് ഇപ്പോ ഡെലിവറീസ് ആണ് മെയിൻ ആയിട്ട് ഉണ്ടാവുക, അല്ലെങ്കിൽ LSCS അതായിരിക്കും ഇവിടെ മാറ്റിയിട്ടുണ്ട്. ഓക്കെ, CS എത്ര ഉണ്ടെന്ന്. ഡെലിവറീസ് ലേബർ റൂമിലാണ് ഉണ്ടാവുക. നോർമൽ മീൻസ് ഇത് ഇവിടെ ഇട്ടാൽ മതി. ഈ ഒരു ഇത് ഞാൻ മാറ്റി തരുന്നുണ്ട്. ഇതിലെന്താണ്, OT എത്ര കേസ് നടന്നു, ഡെലിവറീസ് എത്ര ഉണ്ട്, ICUയിൽ എത്ര ബെഡാണുള്ളത്, അതിൽ എത്ര എണ്ണം ഓക്യുപ്പൈഡ് ആണ്, NICയിൽ എത്ര ബെഡാണുള്ളത്, എത്ര എണ്ണം ഓക്യുപ്പൈഡ് ആണ്, CSSD ട്രേസ് എല്ലാം കൃത്യമായിട്ട് സ്റ്റെറിലൈസ് ചെയ്തിട്ടുണ്ടോ, അല്ലെങ്കിൽ അതിൽ ഇന്ന് എന്തൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ട്, ഇത്ര ട്രേസ് അല്ലെങ്കിൽ ഇത്ര ബിൻസ് ചെയ്തിട്ട് എല്ലാ ദിവസവും ചെയ്യാറുണ്ടെങ്കിൽ എത്ര, അത് എഴുതി വെക്കുക. എല്ലാം സ്മൂത്ത് ആണെങ്കിൽ ആൾ സ്മൂത്ത് എന്ന് കൊടുക്കുക, അല്ലെങ്കിൽ അറ്റൻഷൻ റിക്വയർഡ് എന്ന് കൊടുക്കുക. എന്തെങ്കിലും ഇഷ്യൂസ് നിങ്ങൾക്ക് ഫേസ് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതൊന്ന് ഇവിടെ മാർക്ക് ചെയ്തിട്ട് റിപ്പോർട്ട് ചെയ്യാം. ക്ലിയർ? ഇത്രയും ഭാഗങ്ങളാണ് നമുക്ക് ഒരു ഓപ്പറേഷൻ ഡിപ്പാർട്ട്മെന്റിൽ ഉള്ള വർക്കുകൾ. ഇനി ഇത് നിങ്ങൾ നിങ്ങളുടെ വാട്സാപ്പ് ഗ്രൂപ്പിൽ റിപ്പോർട്ട് ചെയ്യേണ്ട രൂപമാണ് പറഞ്ഞത്. കൂടാതെ ഈ ഓരോ ഡിപ്പാർട്ട്മെന്റിലും ഒരു നോട്ട്ബുക്ക് വെക്കുക. ഈ നോട്ട്ബുക്കിൽ ഇപ്പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് നോട്ട് ചെയ്തു വെക്കുകയും അതിലുള്ള ഇൻചാർജ്, അതായത് നിങ്ങളുടെ ഇപ്പോൾ ഓരോ ഏരിയയിലാണ് നിങ്ങൾക്ക് പോസ്റ്റിംഗ് ഉണ്ടാവുക, ആ ഏരിയയിലുള്ള ഇൻചാർജിന്റെ സൈൻ വാങ്ങിക്കുകയും ചെയ്യുക എല്ലാ ദിവസവും. ക്ലിയർ? ഓപ്പറേഷനിലാണെങ്കിൽ ആരും, പിന്നെ OPയിലാണെങ്കിൽ ആരും, ലേബർ റൂമിലാണെങ്കിൽ ആരും, ഇതെല്ലാം കൃത്യമായിട്ട് രേഖപ്പെടുത്തി ഇന്ന ആള് ആരാണ് അപ്പോൾ അവൈലബിൾ എന്നുണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് അഡ്മിനിസ്ട്രേഷനിൽ നിന്ന് രേഖപ്പെടുത്തി തരും. അവർക്ക് റിപ്പോർട്ട് ചെയ്തുകൊണ്ടേയിരിക്കുക. ക്ലിയർ? ഇതാണ് നമ്മുടെ ഓപ്പറേഷൻ ഡെലിഗേഷൻ പ്ലാന്. ഇതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് കോൺടാക്ട് ചെയ്ത് ചോദിക്കുകയും ചെയ്യാം. താങ്ക് യു.